ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ നേരിട്ടിടപെട്ടുവെന്ന് സർക്കാർ. നിയമവിരുദ്ധമായി ഇടപെട്ടതിന് തെളിവുകളുണ്ട് എന്ന് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അജിത് കുമാർ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം 3 DYSPമാർ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാവുകയും ചെയ്യും. റോഷിപാലിനോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. റോഷി, ഇടതു സർക്കാരിന്റെ കാലത്ത് സർവ്വ വിവാദങ്ങളിലെയും വില്ലൻ കഥാപാത്രമായിരുന്നു എം.ആർ. അജിത് കുമാർ. പക്ഷേ ഇടതു സർക്കാരിന് ഇയാൾ ഒരു നായകനായിരുന്നു. പോലീസ് സേനയിൽ ഒരു രാജാവായി ഇയാൾ വിലസുകയായിരുന്നു. ഒരു നടപടിയും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല. UDF വരികയാണ്. അപ്പോൾ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുന്നു. DGP സ്ഥാനം പോലും വെറും സ്വപ്നമായി അവശേഷിക്കുന്ന തരത്തിൽ സസ്പെൻഷനിലേക്ക് നീങ്ങുകയാണ്. ADGP എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള SITയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് റോഷി? ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ എം.ആർ. അജിത് കുമാറിന് കുരുക്കായത് ഡിജിറ്റൽ തെളിവുകളാണ്. അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് SIT കണ്ടെത്തിയിരുന്നു. ആ റിപ്പോർട്ടാണ് SIT DGPക്ക് നൽകുകയും പിന്നീട് അത് സർക്കാരിന് കൈമാറുകയും ചെയ്തത്. ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എം.ആർ. അജിത് കുമാറിനെ ADGP പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ നൽകുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അതിൽ തുടർച്ചയായ അതൃപ്തി രേഖപ്പെടുത്തുന്നു. അതിനൊപ്പം തന്നെ അതിൽ ഡിജിറ്റൽ തെളിവായി വന്നത് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനയച്ച സന്ദേശമാണ്. ആ സന്ദേശത്തിൽ പറയുന്നത് ഈ കേസ് എത്രയും പെട്ടെന്ന് റഫർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. ആ കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ തുടർച്ചയായി ADGP ആയിരുന്ന എം.ആർ. അജിത് കുമാർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ മൊഴി. അത് സാധൂകരിക്കുന്നതാണ് ഡിജിറ്റൽ തെളിവ്. അതേസമയം തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശുപാർശയുണ്ട്. കാരണം 3 DYSPമാരും 2 SIമാരും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 3 DYSPമാർ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ അവരുടെ ഉത്തരവാദിത്തം മറന്നു എന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ആ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിക്കുള്ള ശുപാർശ. ഒപ്പം SIമാർ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ADGP എം.ആർ. അജിത് കുമാറിനൊപ്പം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ആ കാര്യവും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ADGP എം.ആർ. അജിത് കുമാർ ഇത് സംബന്ധിച്ച നടപടിക്കെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറെ വൈകാതെ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ നടപടി സ്വീകരിക്കാൻ പ്രേരിതമായത് അന്ന് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ പ്രതിഷേധിച്ച KSU ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സ്വീകരിച്ച ആ മർദ്ദനമാണ്, പോലീസിന്റെ നടപടിയാണ്. ശരി റോഷി, അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ADGP പദവിയിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു എം.ആർ. അജിത് കുമാർ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടായത്. പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം, അതോടൊപ്പം പരാതിക്കാർക്ക് നീതി നിഷേധിക്കാനുള്ള ശ്രമമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അല്പം വൈകിയാണെങ്കിൽ പോലും ശക്തമായ കടുത്ത നടപടി തന്നെ, അർഹിച്ച ഒരു നടപടി തന്നെ, ശിക്ഷാ നടപടി തന്നെ എം.ആർ. അജിത് കുമാറിനെതിരെ ഉണ്ടാവുകയാണ്. പക്ഷേ അജിത് കുമാർ അവസാനിപ്പിക്കുന്നില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അയാളും.